അവന്റെ ഒരു സ്വർണ്ണക്കരണ്ടി പഴയത് മൊത്തം ഞാൻ വിളിച്ചു പറയേ. വെറുതെ വിടടാ അവനെ. അടങ്ങി കിടക്കണം. നീ ചെന്ന് അവളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ബാത്റൂമിലെ പ്രതികരണം വളരെ മോശമായിരുന്നു. അവളൊരു പൈങ്കിളിയാ, എന്നെ നാറ്റിക്കും. ഇങ്ങനെ നിന്ന് കരഞ്ഞ് കണ്ണുനീര് മുഴുവൻ കളയാതെ നടന്ന കാര്യം അങ്ങ് പറ. കരയാനാണെങ്കിൽ പറഞ്ഞിട്ടും കരയാലോ. അത് പിന്നെ ഞാനൊരു പാവമാണല്ലോ. പാവം എന്ന് പറഞ്ഞ സ്വഭാവത്തിന്റെ കാര്യമല്ല, പണക്കാരിയൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ നേരെ ആയിരിക്കുമല്ലോ ആക്രമണം മുഴുവൻ. നീ ഒന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നമുക്ക് വന്നിട്ട് കഥ പറയാം. അത് പിന്നെ ഇവരൊക്കെ ആകാംക്ഷയോടെ നിൽക്കുമ്പോ. അത് സാരമില്ലടാ, നീ വാ, ഒരു കാര്യം പറയാനുണ്ട്. നീ മനസ്സിലാക്കിയത് പലതും തെറ്റാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നതായിരുന്നു, കൊണ്ട് കളഞ്ഞു. പാത്രം ഞെണിങ്ങെങ്കിൽ പുതിയതൊരെണ്ണം വാങ്ങിത്തരാം. സോറി സർ, പെട്ടെന്ന് എന്നെ സാമ്പത്തികമായി സഹായിച്ചപ്പോ ആരെങ്കിലുമൊക്കെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു തോന്നിയിരുന്നു. അത് MD തന്നെ ആയിരിക്കുമെന്ന് തീരെ പ്രതീക്ഷയില്ല. പിന്നെ അവരൊക്കെ പറഞ്ഞപ്പോഴാണ് സാറ് ഡീസൻ്റാന്ന് മനസ്സിലായത്. സോറി സർ, MDയെ തല്ലിയതിന്റെ പേരിൽ എന്നെ പറഞ്ഞയക്കുകയാണെങ്കിലും പറഞ്ഞയക്കില്ലല്ലോ. പറഞ്ഞയക്കാൻ പോവാ അവിടുന്ന് നിന്റെ സീറ്റിലേക്ക്. പോയിക്കോ. ഒരു 5 മിനിറ്റ് കൂടി വാപത്തി പിടിച്ചിരുന്നെങ്കിൽ എന്റെ കാറ്റ് പോയേനെ, MD അകത്തു ആയേനെ. ഇത്രയും ചേരാതെ അല്പം ദൂരെ നിന്നാലും ആരെങ്കിലും കാണാലോ. ഒന്ന് മുട്ടി നിന്നതാ, എന്നാലേ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് പിടികിട്ടു. എന്നിട്ടെന്താ കിട്ടിയത്? ഭാഗികമായ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴേ തടി മാറ്റിയാണ്. ചിരിച്ചപ്പോ ആത്മവിശ്വാസം കൂടി. അവർ രണ്ടുപേരും ലൈനായെന്നാ തോന്നുന്നത്. നമുക്കും കൂടെ അങ്ങ് ആയാലോ? നിനക്ക് എന്നെ അതിന് സഹിക്കാൻ പറ്റുമോ? അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. നോക്കാം. ഇപ്പൊ ഇവിടെ സഹിക്കുന്നില്ലേ? എന്താ നീ ഓർത്തോർത്ത് ചിരിക്കുന്നത്? അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ട് ചിരിച്ചു പോയതാ. നിങ്ങളുടെ ആരാ ചത്തത്? നീ പാറു, നമ്മള് 4 പേര് ഇഷ്ടത്തിലായതേ ഇപ്പൊ ഓഫീസിൽ ആരും അറിയണ്ട. അറിഞ്ഞാ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലൈൻ വലിക്കും. ആ സെക്യൂരിറ്റി ചേട്ടൻ വരെ ചായ ഉണ്ടാക്കുന്ന പൊന്നമ്മ ചേച്ചിയെ പ്രേമിക്കും. ആരെ വേണമെങ്കിലും പ്രണയിച്ചോട്ടെ, എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ പിണങ്ങരുത് ഒരിക്കലും. എനിക്കൊരു ജീവിതം കിട്ടിയത് ഇപ്പോഴാ. ഇനി എൻ്റെ കാര്യങ്ങൾ ഇവള് കൂടി അറിയട്ടെ, അല്ലടാ? പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു അമ്മാവൻ്റെ കൂടെ താമസം. അച്ഛനും അമ്മയും മരിച്ചെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ആകെ കൂടിയുള്ള വരുമാനം എന്ന് പറയുന്നത് ആ നാടാക്കളിൽ നിന്ന് കിട്ടുന്നതാണ്. അതിപ്പം നോക്കി നടത്തുന്നത് എൻ്റെ കൂടെയുള്ള ചന്തുവാ. ഇനി എൻ്റെ ആകെയുള്ള പ്രതീക്ഷ ത്രിമൂർത്തി അസോസിയേറ്റ്സും നിങ്ങളും ഒക്കെയാ. ഹേ, നിനക്കിത് എന്തു പറ്റിയടാ? നിന്റെ അവസ്ഥ പോലെ തന്നെയല്ലേ എന്റേതും. അല്പം കൂടുതലാണെങ്കിലേ ഉള്ളൂ. നിനക്ക് വണ്ടിയുടെ CC അടയ്ക്കാനൊന്നുമില്ലല്ലോ. ജാനകി ആണെങ്കിലും പ്രശ്നത്തിലാ. കൂട്ടത്തിൽ ഇവള് മാത്രമേ ഉള്ളൂ സേഫ്. അങ്ങനെ കരുതണ്ട. നമ്മൾ 4 പേരിൽ ആർക്ക് പ്രശ്നം വന്നാലും എന്റെ ഷെയർ വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ ആ പ്രശ്നം പരിഹരിക്കും. നമ്മൾ ഇനി ഒരുമിച്ചാ. മറ്റാരുടെയോ പണം വെച്ചിട്ടാ നമ്മൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. പക്ഷെ ഭാഗ്യം മൊത്തം നമ്മുടെ പക്ഷത്താ. ഒരു ഇടിവെട്ട് ഡീല് വന്നിട്ടുണ്ട്. ഇന്നലെ വരെയും പറയാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഇപ്പം പറയാം, 1 കോടി രൂപ ഉടൻ വേണം. 1.5 മാസത്തിനുള്ളിൽ 2 കോടിയായി തിരികെ വരും. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സെയിലാ. നിനക്ക് കിട്ടിയ കാശിൽ ബാക്കി 1 കോടിയുണ്ട്. ഇത്രയും വലിയ ഡീലിന് വേണ്ടി അതൊന്നും എടുത്തൂടെ? അതാദ്യമേ സാജൻ പറഞ്ഞല്ലേ മുഴുവൻ കാശ് കൊടുക്കില്ലാന്ന്. നീ ഇടപെടണ്ട, അവൻ പറയട്ടെ. എടാ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ഡീലാ അത്. ഇനി 1.5 കോടിയുടെ അവകാശം വന്നാലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അത് വേണ്ടടാ, വിട്ടേരെ. കണ്ടില്ലേ, അവന് താല്പര്യമില്ല. മിണ്ടായിരേടി.
വെറും 50 ലക്ഷം രൂപയെന്നാ നമ്മൾ ഇത്ര എത്തിയത്. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ അതെടുക്ക്. ഞാൻ എടുത്തോണ്ട് വരാം. അമ്മയുടെ മകനെത്തി. ഊണ് കഴിക്കാൻ വരാറില്ലെന്ന് പരാതിയായിരുന്നല്ലോ. നിനക്കിത് ക്ലാസ് അല്ലേ? പോയില്ല, നല്ല സുഖമില്ല. എന്നാ ആര് പറഞ്ഞു? അമ്മ പറഞ്ഞോ? ഓരോ കള്ളത്തരം പറഞ്ഞിരുന്നോളും. ഇങ്ങനെ കടിച്ചു കയറാനാണെങ്കിൽ ഉണ്ണാൻ വരണ്ടായിരുന്നു. ഞാൻ വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? സാരല്ല, ഒരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. രണ്ടാളും കൂടി വഴക്കുണ്ടാക്കിയത് മതി. ഒന്ന് ഊണ് കഴിക്കേ. അമ്മ ആ പള്ളിക്കൂടം കളി ആദ്യം കഴിക്കട്ടെ. ഞാനൊന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് വരാം. ആഹാ, ഉറങ്ങാൻ പോയാലും ഇവിടെ വന്നിരിക്ക. എന്നാ ഒന്ന് ഊണ് കഴിക്കേ. ആ അമ്മേ, ആ ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. നീ എന്താ വല്ലാണ്ടിരിക്കണേ? സുഖമില്ലേ നിനക്ക്? അമ്മ പോയിക്കോ, ഞാൻ വരാം. അമ്മേ, എന്തിനാടാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണത്? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇവിടുന്ന് പോകുന്നവര് വരുന്നതല്ലാതെ പിന്നെ വേറെ ആര് വരാനാ? സവിതയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരാന്ന് പറഞ്ഞു. അവള് ഹോസ്റ്റലിലായതുകൊണ്ട് ശനിയാഴ്ച വരാൻ പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് അവളിവിടെ എത്തുമല്ലോ. വാടാ, വന്ന് ഊണ് കഴിക്ക്. എനിക്ക് വിശക്കണു. വാ. ചേട്ടാ, ഇന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഗോവിന്ദമാമ വന്നിരുന്നു. അമ്മയായിട്ട് വഴക്കുണ്ടാക്കി. പിന്നെ കുറെ നേരം ചേട്ടന്റെ മുറിയിലും കയറി കിടന്നു. ഗോവിന്ദമാമ വന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ അത്ര സന്തോഷമുള്ള കാര്യമില്ലാത്തോണ്ട് പറയാതിരുന്നതാ. വെള്ളം അടിച്ചിരുന്നു. നീ ഇരിക്കേ. നിന്റെയും നളിനിയുടെയും കല്യാണക്കാര്യം പറഞ്ഞ് എന്റെ നേരെ കുറെ ചാടിക്കേറി. പിന്നെ ആളെ കണ്ടില്ല. അപ്പോഴാ കവിത പറഞ്ഞത് നിന്റെ മുറി കയറി കിടപ്പുണ്ടെന്ന്. ഊണ് കാലായപ്പോഴേക്കും വിളിക്കാൻ ചെന്നു. അപ്പോഴേക്കും ആള് സ്ഥലം വിട്ടു. നീ കഴിക്കേ. ഈ വണ്ടി കൊണ്ട് നടന്ന ആരോ വന്ന് തല കൊയ്ത് കളയും, മറ്റേത് കളയുന്നൊക്കെ നീ അല്ലേ വിളമ്പിയത്? എന്നിട്ടിപ്പോ എന്തായി? ഇത് വന്നതിന് ശേഷം എനിക്ക് ഭാഗ്യമാ. ഇതിനേക്കാൾ ചീപ്പായിട്ട് 2 വണ്ടി കൂടെ കിട്ടി. അതും ഇതിന്റെ ഓണർമാരുടെ കയ്യിൽ നിന്ന് തന്നെ. ഞാനും അവന്മാരും തമ്മിൽ ഇപ്പൊ ഭയങ്കര കമ്പനിയാ. പിന്നെ ഇന്നാണെങ്കിൽ അപ്രതീക്ഷിതമായി ഇത്തിരി കാശും കിട്ടി. ഇത്തിരി എന്ന് പറഞ്ഞാൽ ഇത്തിരിയൊന്നും അല്ല, ഇമ്മണി കൂടുതലുണ്ട്. അതിൽ നിന്ന് എടുത്ത 2 വണ്ടി വാങ്ങിച്ചു. എടേ, എന്റെ മുല്യം പൂക്കും. നിന്റെ ത്രിമൂർത്തിയുടെ അപ്പുറത്ത് ഞാൻ ഏകമൂർത്തി എന്ന് പറഞ്ഞ് തുടങ്ങും. നോക്കിക്കോ. സത്യം പറയടാ, എവിടെ കൊണ്ട് കുടിച്ചിട്ടടാ പണം? മുട്ടടിച്ചോടാ രാസ്കൽ. പറയടാ.